ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരത്ത് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് തർക്കം, അവിടെ സംഘർഷമൊക്കെ ഉണ്ടായിരിക്കുന്നു. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ വിഷ്ണു കരുണാകരൻ നൽകും. വിഷ്ണു, എന്താണ് തർക്കത്തിന് കാരണം? ഇപ്പോഴെന്താണ് സ്ഥിതി? ലിബീഷ്, ഇവിടെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട തർക്കം തുടരുകയാണ്. ഇടത് പാനലിലുള്ള അംഗങ്ങൾ പറയുന്നത് വോട്ടെണ്ണൽ നടത്തണമെന്ന് തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ സെനറ്റ് അംഗങ്ങളുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിൽ കോടതി വിധി വന്നതിന് ശേഷം മാത്രം വോട്ടെണ്ണൽ നടത്തിയാൽ മതി എന്നാണ് ഇപ്പോൾ എ ബി വി പിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം. അത്തരത്തിൽ വോട്ട് എണ്ണൽ ഇപ്പോൾ നടത്തേണ്ട ആവശ്യമില്ല എന്നൊരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ഇടത് പാനലിലുള്ള അംഗങ്ങൾ എതിർപ്പ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വോട്ട് ഇന്ന് തന്നെ എണ്ണണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് SFI അടക്കം ഉന്നയിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് SFI ഇപ്പോൾ ഇവിടെ സർവകലാശാലയുടെ മുന്നിൽ തന്നെ പ്രതിഷേധിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മളോടൊപ്പം ഇപ്പം MLA VK പ്രശാന്ത് ഉണ്ട്. നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ വോട്ടെണ്ണൽ വേണമെന്ന് തന്നെയാണ് ഇപ്പോൾ SFI ആവശ്യപ്പെടുന്നത്. എന്നാൽ അതിനെ എതിർക്കുന്ന ഒരു സാഹചര്യമാണ് VCയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അപ്പോൾ കോടതി വിധി വന്നിട്ട് മതി എന്നാണ് അവർ പറയുന്നത്. അതിലെന്താണ് ശരിക്കും ഒരു വ്യക്തിയുള്ളത്? അല്ല, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇവിടുത്തെ വൈസ് ചാൻസലറുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു RSS സ്ഥിരീകരണത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുകയാണ്. ഇപ്പോൾ ജനാധിപത്യപരമായി അദ്ദേഹം തന്നെ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായി. ആൾക്കാരെല്ലാം തന്നെ വോട്ട് ചെയ്തപ്പോൾ പറയുന്നു ഇനി കോടതി പറഞ്ഞിട്ട് നമുക്ക് എണ്ണാം എന്നുള്ള നിലപാടെടുക്കുകയാണ്. അപ്പോൾ ഇതൊരു ശരിയായ ജനാധിപത്യ രീതിയല്ല എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാര്യം. അപ്പോൾ മുഴുവൻ വോട്ടുകളും എണ്ണി വിജയികളെ പ്രഖ്യാപിക്കുക. സ്വാഭാവികമായിട്ടും കിട്ടിയ വോട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ആര് വരണ്ടെന്ന് തീരുമാനിക്കപ്പെടുക. അപ്പോൾ അത് ജനാധിപത്യപരമായിട്ടുള്ളൊരു പ്രക്രിയയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അത് അടിയന്തരമായിട്ട് പൂർത്തീകരിച്ച് റിസൾട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി VC തയ്യാറാവുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് വോട്ടെണ്ണി കഴിഞ്ഞാൽ മാത്രമാണോ ഈ പ്രതിഷേധമെല്ലാം അവസാനിപ്പിക്കാൻ? അല്ല, വോട്ടെണ്ണാൻ ഇപ്പോൾ VC തയ്യാറാവുന്നില്ല. ആ വോട്ടെണ്ണണം എന്നുള്ളതാണ് ഈ പ്രതിഷേധത്തിന്റെ ആധാരം. അതിനാണ് ഞങ്ങളിപ്പോൾ പ്രതിഷേധിക്കുന്നത്. അപ്പോൾ ഈ വോട്ട് എണ്ണുന്ന ഒരു സാഹചര്യത്തിലെ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. SFIയിലെ വിദ്യാർത്ഥികളെല്ലാം ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഏതായാലും ഈ വലിയൊരു ഉപരോധം തന്നെയാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രദേശത്ത് അവർ ഇവിടെ പൂർണ്ണമായും ഒരു പ്രതിഷേധം അറിയിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ സെനറ്റ് പ്രതിനിധികൾ, അതായത് ഇടതുപക്ഷ പ്രതിനിധികൾ സെനറ്റിനുള്ളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. അപ്പോൾ പുറത്തും അകത്തുമായി തന്നെ ശക്തമായ ഒരു പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. വോട്ടെണ്ണൽ നടത്തണമെന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. നേരത്തെ തന്നെ ജനാധിപത്യപരമായി വോട്ട് എടുപ്പ് നടത്തിയിരുന്നു. അതിനുശേഷം എണ്ണുന്നതിൽ എന്താണ് തടസ്സമെന്ന് തന്നെയാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചോദ്യം. ഏതായാലും വോട്ടെണ്ണൽ നടത്തണമെന്നുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്ത് നടക്കുന്നത്. VC RSS അനുകൂല നിലപാട് സ്വീകരിക്കുന്നു എന്ന് തന്നെയാണ് ഈ ഇടത് സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. ആ ഒരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. സിൻഡിക്കേറ്റ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ എന്തുകൊണ്ടാണ് വോട്ട് എടുപ്പ് നടത്തിയിട്ടും അത് കഴിഞ്ഞ സമയമായി കൗണ്ടിങ്ങിലേക്ക് എത്തേണ്ട ഒരു സമയമായി. അപ്പോൾ അതിൽ എന്തുകൊണ്ട് എതിർപ്പ് കാണിക്കുന്നു എന്നാണ് ചോദ്യം. VC അടക്കം ഇതിനെ എതിർപ്പ് കാണിക്കുന്നത് ശരിയായ നടപടിയല്ല. കോടതി വിധി പ്രകാരം 15 പേരെ മാത്രമാണ്, ആ 15 തെരഞ്ഞെടുപ്പുകൾ മാത്രമാണ് വോട്ട് എണ്ണേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ളത് എണ്ണണം, പൂർണ്ണമായും വോട്ട് എണ്ണണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഉന്നയിക്കുന്നത്. ഏതായാലും അത് നടത്തി നേടുന്നത് വരെ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് SFI പ്രതിനിധികൾ അടക്കം ഇവിടെ പറയുന്നത്. ലിബീഷ്, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, SFI പ്രവർത്തകരൊക്കെ വളരെ ശാന്തരായി തന്നെ അവിടെ ഇരിക്കുകയാണ്. മറ്റ് BJP അംഗങ്ങളൊക്കെ ഏത് ഭാഗത്താണുള്ളത്? അവരുന്നയിക്കുന്ന ആവശ്യം എന്താണ്? ലിബീഷ്, BJP അംഗങ്ങളും വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ്. കാരണം വോട്ടെണ്ണൽ നടത്താൻ സാധിക്കില്ല, അത് അനുവദിക്കില്ല എന്നുള്ളൊരു നടപടി തന്നെയാണ്. പക്ഷേ സെനറ്റ് അംഗങ്ങളാണ് അതിലുള്ളത്. BJP അംഗങ്ങളാണ് ഈ സെനറ്റിനുള്ളിൽ തന്നെ പ്രതിഷേധിക്കുന്നുണ്ട്. അകത്തും വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ പുറത്ത് ശാന്തമായ രീതിയിലുള്ളൊരു ഉപരോധമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ഇത് വോട്ടെണ്ണൽ നടത്തണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ അകത്തും പുറത്തുമായി തന്നെ പ്രതിഷേധമുണ്ട്. സെനറ്റ് അംഗങ്ങൾ അകത്തും, SFI പ്രവർത്തകർ പുറത്തുമാണ് പ്രതിഷേധിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ളൊരു നടപടി സ്വീകരിക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഉന്നയിക്കുന്ന ഒരു ആവശ്യം. ഏതായാലും അത് വളരെ വൈകാതെ നടപ്പിലാക്കും എന്നുള്ള പ്രതീക്ഷയോടെ തന്നെയാണ് ഇടത് സെനറ്റ് അംഗങ്ങളും ഇവിടെ പുറത്തിരിക്കുന്നത്. ലിബീഷ്, ശരി വിഷ്ണു. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് വലിയ തർക്കം നടക്കുന്നത്. വിവരങ്ങളാണ് വിഷ്ണു കരുണാകരൻ നൽകിയത്.